ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിന്ധൂസ് വേൾഡ് ഓഫ് മ്യൂസിക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ലൊരു ബീഫ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റണതും അതേസമയം ടേസ്റ്റി ആയിട്ടുള്ളതുമായ ഈ ബീഫ് കറി എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ എടുക്കാനായിട്ട് നോക്കുക, അപ്പോഴാണ് ഈ ബീഫ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് ഒരു ഏലക്ക, ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു തക്കോലം, 2 ഗ്രാമ്പൂ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 സവാള കനം കുറച്ച് നീളനെ അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 20 ചെറിയുള്ളി നീളനെ അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയുള്ളി ഇല്ലയെന്നുണ്ടെങ്കിൽ സവോളയുടെ എണ്ണം കൂട്ടി കൊടുക്കാം. പക്ഷേ ചെറിയുള്ളി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ ബീഫ് കറിക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. സവാള ഒന്ന് വഴണ്ട് വരാനായിട്ട് ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഈ സവാളയും ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വരണ വരെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ സവാള ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വഴണ്ടാൽ പോരാ, കുറച്ചും കൂടി വഴളാനുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ സവാളയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ഒന്ന് ആയി വരാനുണ്ട്. അതുവരെ നമുക്ക് തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സവാള ഒക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാനിതിലേക്ക് 2 ചെറിയ തക്കാളി ചെറുതാക്കി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ തക്കാളി ഒന്ന് വെന്ത് വരണം. അതിനായിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ തക്കാളി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയുടെ ഇല ചെറുതാക്കി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി തീ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ പൊടികളുടെ പച്ചമണം മാറണ വരയ്ക്ക് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഞാനിതിലേക്ക് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുള്ള 1/2 കിലോ ബീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തീ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഈ ബീഫും മസാലയൊക്കെ കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ബീഫിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് ചേർത്ത് കൊടുക്കണം. നമ്മൾ മസാലയിൽ ഉപ്പിട്ടിട്ടാണ് വഴറ്റി എടുത്തിട്ടുള്ളത്. അപ്പോൾ ബീഫിലേക്ക് മാത്രമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ബീഫ് വേവാനായിട്ട് 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 5 വിസിലാണ് ഞാനിത് അടിക്കണത്. അപ്പോൾ നമ്മുടെ ബീഫ് എങ്ങനെ നമ്മുടെ കയ്യിലുള്ള ബീഫിനനുസരിച്ചും കുക്കറിൻ്റെ അനുസരിച്ചും ബീഫിൻ്റെ വേവിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ഞാനിവിടെ ഒരു 5 വിസിലാണ് അടിക്കാനായിട്ട് പോണത്. ഇപ്പോൾ ബീഫ് ഇവിടെ 5 വിസിലടിച്ച് തീ ഓഫ് ചെയ്തിട്ടിട്ട് അതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ബീഫിൽ കുറച്ച് ചാറൊക്കെ ഉണ്ട്. ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് ഗ്രേവിയുടെ തിക്നെസ് തീരുമാനിക്കാം. അപ്പം ഞാനിതൊന്നും കൂടിയും തീ കത്തിച്ചിട്ട് അതിൻ്റെ ഗ്രേവി ഒന്ന് തിക്കാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ ബീഫ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്ര ഗ്രേവിയാണ് ആവശ്യമുള്ളത് അതിനനുസരിച്ച് ബീഫിൻ്റെ ഗ്രേവി തീരുമാനിക്കാം. ഇപ്പോൾ വളരെ അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.